ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം ചന്ദ്രസേനും കിരണും കൂടി സംസാരിക്കുന്ന കേട്ടോ. അപ്പോൾ ചന്ദ്രസേനോട് കിരൺ ചോദിക്കേണ്ട, അച്ഛൻ ആ ഡെഡ് ബോഡി എവിടെയാണ് മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, എടാ മോനെ, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. അവനെ ഇപ്പൊ ചുടുകാട്ടിൽ എരിഞ്ഞുകൊണ്ടിരുന്ന വെറും ഒരു ശവത്തിന്റെ തവിട് പൊടിയാടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഓ, എന്നാലും എൻ്റെ അച്ഛൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എടാ, ഞാൻ അപ്പം അത് ചെയ്യണമായിരുന്നു. നിന്റെ അമ്മ നീ കോടതിയിൽ നിന്ന് തിരിച്ചപ്പോൾ കണ്ടില്ല നിന്റെ അമ്മയുടെ അവസ്ഥ. പ്രാർത്ഥനയോടുകൂടി അയാൾ പൂജാ റൂമിൽ തന്നെയായിരുന്നു. കോടതിയിൽ നിന്ന് ഞാൻ ഒറ്റക്കാണ് വന്നിരുന്നെങ്കിൽ അയാൾ കരഞ്ഞ് തീർത്താനായിരുന്നു. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാടാ ഞാൻ അതൊക്കെ ചെയ്തത്. എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ആ ഇരുമ്പ് തണ്ടിൽ ആരുടെ വിരലടയാളായിക്കോ പതിഞ്ഞിട്ടുണ്ടാവാം. എടാ, അത് അവനെ കൊന്ന ആളുടെ വീട്ടിലടയാളമായിരിക്കും. സത്യം പറ അതിന് അച്ഛൻ്റെ എങ്ങാനും ആണോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ ചന്ദ്രസേനൻ പറയണ്ടേ, എടാ മോനെ, നീ എന്തൊക്കെയാണ് പറയണത്? അന്ന് ഞാൻ ഹോസ്പിറ്റലായിരുന്നില്ലേ? ആ വിഷം കഴിച്ച് തേൻ കുടിച്ചിട്ട് ഹോസ്പിറ്റലായിരുന്നില്ലേ? അവിടെ നിന്ന് ഞാൻ എങ്ങനെയാ ഇറങ്ങി വരാം? എന്നാലും അച്ഛൻ പറഞ്ഞേച്ചിന് ആരെങ്കിലും ആയിരിക്കും. എടാ, അതാരെങ്കിലും ആവട്ടെ, എന്തായാലും അതാരായാലും നമ്മളെ സംരക്ഷണം അവർക്ക് കൊടുത്തേ പറ്റൂ, മനസ്സിലായോ? ശരി എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കിരൺ ചന്ദ്രസേന അവിടെ നിന്ന് പോകുന്നുണ്ട്. കിരൺ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓ, എൻ്റെ അച്ഛൻ ഒരു ഒന്നൊന്നര അച്ഛൻ തന്നെ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന കല്യാണിനെയാണ്. കല്യാണിയും കിരണും കാദംബരിയും കൂടി ചേർന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിനെ കാണുമ്പോൾ തന്നെ കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയും ഓടി വരുന്നുണ്ട്. കിരണെ, കല്യാണിക്ക് ഇപ്പോൾ സുഖമായോ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ, ആ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി. അതാ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തത്. എങ്കിലും ഇവൾക്കൊരു കുറച്ച് 2 ആഴ്ച കൂടി ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. വാ കല്യാണി എന്ന് പറഞ്ഞിട്ട് കാർത്തിക കല്യാണിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. ആ സമയത്ത് ലക്ഷ്മിയമ്മ കിരണിനോട് ചോദിക്കണ്ട്, ഓ, ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞവൻ മരിച്ചിട്ട് സമാധാനമൊന്നും ഇല്ലല്ലോ കിരണെ. അവനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ കിരൺ പറയണ്ട്, അത് വേറൊന്നുമല്ല, ആ CA ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അന്വേഷിക്കണത്. ലക്ഷ്മിയമ്മ പറയണ്ട, ഭാഗ്യം ആ രാഹുലിനെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്താതിരുന്നത്. കിരൺ പറയുന്നുണ്ട് കേട്ടോ, അതിന് ആ CAക്ക് നന്നായിട്ട് അറിയാം രാഹുലിനെ കൊന്നതും ഞങ്ങൾ തന്നെയാണെന്ന്. പിന്നെ പരാതിയൊന്നും കിട്ടാത്തോണ്ടാ അയാൾ അന്വേഷിക്കാത്തത്. കാരണം രാഹുലിന്റെ ഡെഡ് ബോഡി കിട്ടിയത് ആ ഒരു വേലുവിന്റെ കാടിനടുത്ത് വെച്ചിട്ടാണല്ലോ, ഊരിന്റെ കാടിനടുത്ത് വെച്ചിട്ടാണല്ലോ. അതുകൊണ്ട് അയാൾക്കെന്നല്ല ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ പിന്നിൽ ഞങ്ങൾ തന്നെ ആയിരിക്കുമെന്ന്. പിന്നെ പരാതി കൊടുക്കാൻ രാഹുലിന്റെ ഭാര്യയോ അതുപോലെ തന്നെ മകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അയാൾ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ലക്ഷ്മി പറയണ്ട, എന്നാലും ഇനി ഒരുത്തം കൂടി മരിക്കാനുണ്ട് കിരണെ, ആ ജയിലിൽ കിടക്കുന്നവൻ വിക്രമിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കിരൺ പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി ലക്ഷ്മി അമ്മേ. ഏറ്റവും കൂടുതൽ ശത്രുതയും ഏറ്റവും കൂടുതൽ ദുഷ്ട സ്വഭാവമുള്ളത് ഈ 3 പേരിൽ അവനാണ്. അവൻ പുറത്തിറങ്ങുകയാണെങ്കിൽ അവന്റെ മരണം ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് ഇറങ്ങുവാട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു ആകെ ദേഷ്യത്തിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് താര വരുന്നുണ്ട്. സരയു പറയുന്നുണ്ട്, അമ്മക്കൊരു സന്തോഷ വാർത്തയുണ്ട്. അമ്മയുടെ പുന്നാര മാനസപുത്രി ഉണ്ടല്ലോ കല്യാണി, അവള് ഡിസ്ചാർജ് ആയി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും താരക്ക് ഭയങ്കര സമാധാനമുണ്ട്. സരയു ചോദിക്കുന്നുണ്ട്, എന്താ അമ്മക്ക് ഭയങ്കര സമാധാനമായെന്ന് തോന്നണം? എനിക്കറിയാം നിങ്ങൾക്ക് അവള് ഭയങ്കര ഇഷ്ടമാണെന്ന്. പക്ഷെ അവളെ കൊല്ലാൻ നോക്കിയത് എൻ്റെ അച്ഛനാണ്. അത് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയിരിക്കും. കിരണെ, എനിക്ക് മാത്രം അവകാശപ്പെട്ട എൻ്റെ സ്വത്താണ്. ആ സ്വത്താണ് അവൾ തട്ടിയെടുത്തത്. അത് ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കില്ല. അവൻ എൻ്റെ മാത്രമാണ്. ഞാൻ അവനെ സ്വന്തമാക്കിയിരിക്കും. ഈ കാര്യത്തിൽ അമ്മ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. എനിക്കറിയാം എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. കാരണം വർഷങ്ങളായിട്ട് അന്വേഷിച്ച് നടന്ന മോളല്ലേ ഞാൻ. വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അമ്മേനെ ഞാൻ അംഗീകരിച്ചത്. അതുകൊണ്ട് അമ്മ എന്നെ ഒറ്റിക്കൊടുക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും കല്യാണിനെ കിരണിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അറുത്ത് മാറ്റിയിരിക്കും. കിരണിനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്ന ആ CAനെയാണ്. CA ആണെങ്കിൽ ആ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് SA അവിടേക്ക് വരുന്നുണ്ട്. CAയോട് പറയുന്നുണ്ട്, സർ, ആ ഫിംഗർ പ്രിന്റ് അവരുടെ 3 പേരുടെ വിരലടയാളം ഉണ്ടാവാൻ ചാൻസ് ഇല്ല സർ. എന്ന് താരങ്ങ് പറഞ്ഞാൽ മതിയാടോ. എനിക്ക് എന്തായാലും ഈ കേസ് തെളിയിച്ചേ പറ്റൂ സാർ. എന്തായാലും കോടതി അവരെ വെറുതെ വിട്ടല്ലേ? കോടതി അവരെ വെറുതെ വിടും. പക്ഷെ കോടതി വെച്ചിട്ട് അപമാനിക്കപ്പെട്ടത് ഞാനാണ്. ആ നവീൻ എന്ന് പറഞ്ഞ വക്കീല് സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് എന്നെയാണ് ഒരു മാതിരി ആക്കിക്കളഞ്ഞത്. അതിന് തനിക്കൊരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഞാനന്ന് നീറിയത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നരസിംഹസാറിന്റെ കൊച്ചുമകനല്ലേ അവൻ. അയാളുടെ എല്ലാ കഴിവും കിട്ടിയിട്ടുണ്ട്. പക്ഷേ
കൊലപാതകത്തെ പിന്നാലെ ഞാൻ പോയിരിക്കും എന്ന് പറയുമ്പോഴേക്കും യെസേ ഓ ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് മുഖം വെച്ചിങ്ങനെ കോപ്രായം കാണിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ സിയെ തിരിയുമ്പോൾ അത് കാണുന്നുണ്ട് കേട്ടോ. താൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത്? എനിക്കറിയാം താനൊക്കെ എന്താ വിചാരിക്കണമെന്ന്. ഈ സി എക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. അയ്യോ സാറേ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. എടോ, വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്കൊരു പരാതി കിട്ടിയാലേ അത് സത്യസന്ധമായിട്ട് ഞാൻ തെളിയിച്ചിരിക്കും, മനസ്സിലായോ? താനെ അന്ന് ഓഡിറ്റോറിയത്തിൽ കൂടിയവരുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് കണ്ടുപിടിച്ച് അന്വേഷിച്ച് തേടി പിടിച്ച് കൊണ്ടുവന്നിരിക്കണം. അത് എത്രയും പെട്ടെന്ന് ലാബിൽ പാസ്സാക്കിയിരിക്കണം എന്നൊക്കെ സി എ പറയുമ്പോൾ എസ് എ ശരി സാർ, ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഈ കല്യാണിനെയാണ് കാണിക്കണത്. കല്യാണി കിരണു രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണി കിരണോട് ചോദിക്കണ്ടേ, കിരണേട്ടാ എന്നാലും ആരുടെ വിരലടയായിരിക്കും ആ ഒരു ഇരുമ്പ് തണ്ടിൽ 18 ഉണ്ടാവാം? എൻ്റെ കല്യാണി, അത് ആരുടെയെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മുടെ ആരുടെ അല്ല, അതുപോലെ. എന്നാലും അത് ആരുടെ ആയിരിക്കും കിരണേട്ടാ? അത് ചിലപ്പോൾ അവിടെ പണിക്ക് വന്ന ആരുടെയെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ വന്ന വല്ല പണിക്കാരുടെ ആയിരിക്കും. അവർ ചിലപ്പോൾ ഇരുമ്പ് തണ്ടിലെങ്ങാനും പിടിച്ച് അവിടെ എങ്ങാനും ഇട്ടതായിരിക്കും. അവൻ ചിലപ്പോൾ കല്ലിലിടിച്ചിട്ട് തന്നെയായിരിക്കും കല്യാണി മരിച്ചത്. കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടൻ എന്തിനാ കിരണേട്ടാ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? കിരണേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ്റെ തല കല്ലിലിടിച്ച പോലെ സൈഡിലേക്കൊന്നും അല്ല മുറിഞ്ഞത്, നടുവേ ശരിക്കും മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് തണ്ട് കൊണ്ടിട്ടല്ലേ അടിച്ചിട്ടുണ്ടാവാം. എൻ്റെ കല്യാണി, അത് ആരെങ്കിലും ആവട്ടെ, എന്താ നമ്മുടെ ആരുടെ അല്ലല്ലോ, അതന്നെ സമാധാനം. ഇനി നീ അതിനെക്കുറിച്ച് അടിച്ച് സമയം കളയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ കിരൺ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ആ സി ആ ഒരു ലാബ് റിപ്പോർട്ടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റേഷനിൽ ഇതിൽ പോയി സാറിൻ്റെ അടുത്തേക്ക് പോയിരിക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ സാറ് പറയുന്നുണ്ട്, എടോ മാർട്ടിനെ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ കേസിനെ പിന്നാലെ പോവാൻ കോടതി പോലും വിധി എഴുതിയ കേസല്ലേ ഇത്? അപ്പോൾ സി എ മാർട്ടിൻ പറയുന്നുണ്ട്, സർ ആയിരിക്കും, പക്ഷെ എനിക്ക് ഈ കേസിന്റെ തുമ്പ് കണ്ടെത്തിയേ പറ്റൂ സാർ. ഈ കേസിലെ പ്രതി ആ കിരണും വേലും രതീഷാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ആ ആ പരിശോധിച്ച ആള് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എടോ താൻ തന്ന വിരലടയാളമൊക്കെ ഞാൻ നോക്കിയതാണ്, അതും ഈ വിരിമ്പ് തണ്ടിലുള്ള വിരലടയാളം തമ്മിൽ ഒരു സാമ്യവുമില്ല സാർ. സത്യമാണോ സാർ? അതേടോ, അതിൽ തമ്മിൽ ഒരു സാമ്യമില്ല. ആ ഇരുമ്പ് തണ്ടിൽ പതിനേക്കുന്ന വിരലടയാളം വേറെ ആരുടെയാണ് എന്ന് പറയുന്നുണ്ട്. താനത് ആദ്യം അതാണ് അന്വേഷിക്കേണ്ടത്. താൻ ഒരു കാര്യം ചെയ്യും, ആ ഓഡിറ്റോറിയത്തിൽ ഒന്ന് ചുറ്റിപ്പറ്റി ഒന്നും കൂടി അന്വേഷണം നടത്തുക, ചിലപ്പോൾ യഥാർത്ഥ കൊലയാളികളെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. ശരി സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർട്ടിൻ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം എസ് ഐൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടോ ആ ഒരു കല്യാണ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ താൻ ശരിക്കും ഇരുന്ന് കാണണം എന്ന് പറയാണ്. സാർ ആ കല്യാണ വീഡിയോ അതൊക്കെ കുറെ പണിയല്ലേ സാർ? അതെ പണിയാണ്, താൻ പണിയെടുക്കണം, തനിക്കൊക്കെ വേറെ എന്താടോ പണി എന്ന് ചോദിക്കുകയാണ്. താനൊക്കെ മനസ്സിലെ വിചാരിക്കണ്ടാവും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. എടോ ഇതാടോ എൻ്റെ പണി, മനസ്സിലായോ? ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ തെളിയിച്ചിരിക്കും. അതുകൊണ്ട് താൻ ആ വീഡിയോ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണണം. അതിലെന്തെങ്കിലും സംശയപദമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താൻ അപ്പം തന്നെ നോട്ട് ചെയ്യണം, മനസ്സിലായോ? മനസ്സിലായി സർ, എന്തായാലും ആ കൊലയാളിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് സി എ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന വിക്രമിനെയാണ്. വിക്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മനോഹർ വരുന്നുണ്ട്. എടാ വിക്രമേ, രണ്ട് കൊലയാളികളാണ് മരിച്ചിരിക്കുന്നത്, ഗംഗപ്രസാദും രാഹുലും. എടാ നീ പുറത്തു പോയാൽ നിന്റെ മരണം ഇതുപോലെ ആയിരിക്കോടാ. അപ്പോഴേക്കും വിക്രം പറയണ്ട, നിനക്ക് ഭയങ്കര സന്തോഷമായല്ലേ ഗംഗേട്ടനും രാഹുലങ്ങളും മരിച്ചതിൽ? അതേടാ സന്തോഷമായി. സത്യം പറ, നിനക്കിതിൽ പങ്കുണ്ടോടാ എന്ന് വിക്രം ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, പങ്കുണ്ടെന്ന് നീ വിചാരിച്ചോടാ എന്ന് പറയാണ്. എന്തായാലും നിന്റെ മരണം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കോടാ. എടാ കിരൺ സാറും കല്യാണി മേഡവും അതുപോലെ തന്നെ കാർത്തികയും എല്ലാവരും പാവങ്ങളാണ്, അവരുടെ ഒരേ ഒരു അനിയനല്ലേടാ നീ മര്യാദക്കായിരുന്നെങ്കിൽ നിനക്ക് എങ്ങനെ ജീവിക്കേണ്ടതായിരുന്നു? വേണ്ടടോ, എനിക്കങ്ങനെ ജീവിക്കണോ? അവരുടെ ഔദാര്യം പറ്റി എനിക്കിങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. എടാ നിന്റെ തലയിലെ വെറും ഒരു തലച്ചോറൊന്നുമല്ല, ചകിരിച്ചോറ് എന്ന് പറയാണ്. നിന്റെ ഈ ശരീരം ഉണ്ടല്ലോ, അത് നീ തിന്ന് വീർപ്പിച്ച ശരീരമാണ്, പണിയെടുത്ത് വീർപ്പിച്ച ശരീരമല്ലല്ലോ. അതേടോ അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ ഗംഗേട്ടൻ്റെയും രാഹുലിൻ്റെ കൊലപാതകികളെ ഞാൻ എന്തായാലും തക്ക ശിക്ഷ കൊടുത്തിരിക്കും. എനിക്ക് 10-25 വയസ്സാവുന്നേ ഉള്ളൂ. എനിക്ക് ഈ പ്രായത്തിൽ മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലടോ, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരെയും തീർത്തിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും അത് കേട്ട് മനോഹർ ദേഷ്യത്തോടു കൂടി തന്നെ വിക്രത്തിന്റെ കഴുത്തിന് ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട്. പിന്നെ രണ്ടുപേരും നമ്മൾ അടി പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അവരുടെയൊക്കെ വാടം വരുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ മനോഹറിനെ പിടികൂടുന്നത് നാളെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.